ഹല്ലേലൂയ. കർത്താവിന്റെ ആ വലിയ സാന്നിധ്യം, വലിയ ശക്തി, അധികാരത്തോടെ ഈ പകലിൽ ശ്രേഷ്ഠമായി വെളിപ്പെട്ടു വരുവാൻ ഇടയാകട്ടെ. നമ്മുടെ ഒരു പുതിയ ഹല്ലേലൂയ അധ്യായം കുറിക്കാൻ തുടങ്ങുന്നു. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് ആ ഒരു വിഷയം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ ഞാൻ അറിഞ്ഞില്ല ഹല്ലേലൂയ പുതിയൊരു ഹോളിലേക്ക് മാറുകയാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കർത്താവ് ഹല്ലേലൂയ ചില കാര്യങ്ങൾ, വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യത്തിനകത്തിൽ ഹല്ലേലൂയ വലിയ സന്തോഷം. ഹല്ലേലൂയ. അതേ സമയം തന്നെ ഞാൻ കർത്താവിന്റെ സാന്നിധ്യത്തിന് നടുവിലിരിക്കുമ്പോൾ പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ട്, അല്ലേ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അതിന്റെ നടുക്കുള്ള ആ പേപ്പർ ഒന്ന് എടുക്കാവോ? അതിന്റെ നടുക്കുള്ള ആ പേപ്പർ, ഒറ്റ പേപ്പറില് ചില വരികൾ മാത്രം എഴുതി വെച്ചിരിക്കുന്ന ആ പേപ്പർ ഒന്ന് എടുക്കാമോ? ഹല്ലേലൂയ. ഞാൻ കാണിക്കാം. ഹല്ലേലൂയ. ഈ ഭാഗം മാത്രം ഒന്ന് എടുക്കാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ ഒരു വലിയ പ്രവൃത്തി അധികം ശക്തിയോടെ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. അവിടെ വ്യക്തമായി വിളിച്ചു പറയുന്നത് എന്താ? ഹല്ലേലൂയ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? പറഞ്ഞേ, അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? പറഞ്ഞേ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമം. ഇനി ഹല്ലേലൂയ അതിലോട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമം, യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമം ഇന്ന് എന്നിൽ സംഭവിക്കാൻ പോകുകയാണ്. പറഞ്ഞേ, ഇന്ന് എന്നിൽ സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അഭിഷിക്ത ദൈവപുരുഷൻ നന്നായിട്ട് സമയം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പറയണം, അത് ഞാൻ പ്രാപിച്ചോണ്ട് എഴുന്നേക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പഴയ നിയമ ചരിത്രങ്ങളിൽ സംഭവിച്ചിട്ടില്ലാത്തതോ പുതിയ നിയമത്തിൽ അഭിഷിക്തന്മാരിൽ കൂടെ സംഭവിച്ചതിന്റെ തുടർചലനങ്ങൾ സംഭവിക്കേണ്ടുന്നതുമായ പലവിധമായ കാര്യാദികൾ എന്നിൽ ഇന്ന് ആരംഭിക്കാൻ പോകുന്നു. പറഞ്ഞേ, ഇന്ന് എന്നിൽ ആരംഭിക്കാൻ പോകുന്നു. അത് നിങ്ങൾ എത്രത്തോളം സ്വീകരിക്കുന്നുവോ, എത്രത്തോളം അതിനെ പ്രാപിക്കുവാൻ ഒരുക്കമുള്ള ഹൃദയത്തോടെ ഇരിക്കുന്നു, ഹല്ലേലൂയ, ഈ വചനഭാഗം അത് സംഭവിക്കും. ബൈബിളിൽ ഹല്ലേലൂയ എല്ലാ ബൈബിളും ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേപ്പറുണ്ട്, ഇങ്ങനെ ഒരു ബ്ലാങ്ക് ആയി കിടക്കുന്ന എന്നാൽ ശക്തിയേറിയ വചനം എഴുതിയിരിക്കുന്ന ഒരു പേപ്പറുണ്ട്, ഒരു ബ്ലാങ്ക് പേപ്പർ. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കട്ടെ. എന്തിനു വേണ്ടി? ഹല്ലേലൂയ. ഈ യേശുക്രിസ്തുവിന്റെ പുതിയ നിയമം എന്ന് എഴുതിയതിനു ശേഷം അടുത്തത് നിന്റെ ചരിത്രമാ ബാക്കി താഴോട്ട് എഴുതാനുള്ളത്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ. അവിടെ എഴുതിയിട്ട് ബാക്കി ഒന്നും എഴുതിയിട്ടില്ല, അല്ലേ? ഹല്ലേലൂയ. ബാക്കി ഭാഗങ്ങളെല്ലാം ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, ഹല്ലേലൂയ, ഇന്ന് ഇതിന്റെ അടിയിലോട്ട് എന്റെ ചില ചരിത്രങ്ങൾ എഴുതാൻ തുടങ്ങാൻ പോകുകയാണ്. എന്റെ ചില ചരിത്രങ്ങൾ ഇവിടെ എഴുതി തുടങ്ങാൻ പോകുകയാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമം എന്റെ മേൽ സംഭവിക്കാൻ പോകുന്നു. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമം എന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നു. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമം എന്റെ തലമുറകളുടെ മേൽ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദിവസം വിളിച്ചു പറയണം, എന്റെ ജീവിതത്തിന്റെ മേൽ ചിലത് ഹല്ലേലൂയ ഇന്ന് ഞാൻ പ്രാപിച്ചോണ്ട് എഴുന്നേൽക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആ ഒരു തലത്തിലേക്ക് കർത്താവിന്റെ കരം ശക്തിയോടെ ചലിക്കപ്പെടുവാൻ ഇടയാകട്ടെ. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. മലാക്കി പ്രവാചകൻ, ബൈബിളിന്റെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ മലാക്കി പ്രവാചകൻ എഴുതി അവസാനിപ്പിച്ച ഹല്ലേലൂയ ആ പഴയ നിയമം മുതൽ ഇങ്ങോട്ട് ഹല്ലേലൂയ ലൂക്കോസ് ആണ് പുതിയ നിയമം എഴുതി തുടങ്ങുന്നത്. പക്ഷേ ഹല്ലേലൂയ ഈ കാനോൻ അനുസരിച്ച് മത്തായിയുടെ ഹല്ലേലൂയ സുവിശേഷ ഭാഗങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എങ്കിൽ പോലും ഹല്ലേലൂയ മലാക്കി മുതൽ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ ആ ഭാഗങ്ങളുടെ നടുവിലാണല്ലോ നാം ഈ കണ്ട ആ പേപ്പർ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അതിന്റെ നടുവിൽ എത്ര കാലഘട്ടമുണ്ട്? എത്ര വർഷത്തെ ഇടവേളയുണ്ട്? 400 വർഷത്തെ ഇടവേളയുണ്ട്. 400 വർഷത്തെ ഇടവേളയിൽ എന്താ സംഭവിച്ചത്? 400 വർഷത്തെ ഇടവേളയെ കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ ശക്തിയോടെ വിളിച്ചു പറയുന്നു, ഇരുണ്ട കാലഘട്ടം. പറഞ്ഞേ, ഇരുണ്ട കാലഘട്ടം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിത ചരിത്രത്തിനകത്തിലെ ഇരുണ്ട കാലങ്ങളെ പൊട്ടിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണിതെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് പ്രവേശിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇരുണ്ട കാലഘട്ടത്തിന് അറുതി വരുന്ന ദിവസം. പറഞ്ഞേ, ഇരുണ്ട കാലഘട്ടത്തിന് അറുതി വരുന്ന ദിവസം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇരുണ്ട കാലഘട്ടത്തിന്റെ അറുതി വരുവാൻ വേണ്ടി ഹല്ലേലൂയ കർത്താവ് വെച്ച ചില പദ്ധതികളുണ്ട്. അത് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും തെളിയിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ കൂട്ടം ജനത കഷ്ടതയുടെ നടുവിലും പ്രശ്നത്തിന്റെ നടുവിൽ കൂടെ കടന്നുപോയ ആ സമയത്ത് കർത്തൻ ഇറങ്ങി വന്ന് അവരോട് ആലോചന പറയുന്ന ഒരു ദൂതിലേക്ക് ഒന്ന് പ്രവേശിക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1-2 വചനഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1-2 വചനഭാഗങ്ങളുടെ
ആമേൻ. മതി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അവിടെ പറയുന്നു ആബീബ് മാസം ഒരു വർഷം ഇങ്ങനെ കണ്ടിന്യൂസ് മുമ്പോട്ട് യാത്ര ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന ആ കാലഘട്ടത്തിൽ കർത്താവ് വന്ന് ഒരു എൻകൗണ്ടർ നടത്തുകയാണ്. കർത്താവ് വന്ന് ഒരു ഇടപെടൽ നടത്തുകയാണ്. ഇടപെടൽ നടത്തിയിട്ട് അവിടെ പറയുകയാണ് ഹല്ലേലൂയ. അടുത്തത് രണ്ടാമത്തെ വാക്യം, ഹല്ലേലൂയ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭം. ഓ ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ മെയ് മാസത്തിൽ എത്തി നിൽക്കുക, അവസാന ദിവസങ്ങളിലേക്ക് എത്തി നിൽക്കുക. ഈ അവസാന ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് കർത്തൻ വന്നിട്ട് പറയുകയാണ്, നിനക്കൊരു പുതിയ ചരിത്രം ആരംഭിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വർഷം ഇങ്ങനെ മുമ്പോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. ആ പൊക്കൊണ്ടിരിക്കുന്ന വർഷത്തിന്റെ നടുവിൽ വന്നിട്ട് കർത്തൻ പറയുന്നു, ഹല്ലേലൂയ, ഇവിടെ നിന്നൊരു പുതിയ ആരംഭം. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. കർത്തൻ മോശയോട് പറഞ്ഞതിനെ കുറിച്ച് അല്ല പറയുന്നത്, ഇന്ന് എന്നോട് ആ കാര്യം പറയുന്നു എന്ന് ഞാൻ ആ വചനത്തിൽ നിന്ന് ആ ഭാഗത്തെ ഇങ്ങനെ അടർത്തിയെടുക്കുന്നു എന്ന് ഒന്ന് വിശ്വസിച്ചിട്ട് പറഞ്ഞേ. ഇവിടെ ഇതാ പുറപ്പെട്ടു പോകുവാൻ വേണ്ടി ഒരു കൂട്ടം ജനതയെ കർത്തൻ പുറപ്പെടുവിക്കുന്ന ആ സമയത്ത് കർത്തൻ അവരോട് ആലോചന പറയുന്നു, ഇന്നു മുതൽ പുതിയ ആരംഭമാണെന്ന്. ചരിത്രത്തിന്റെ മേൽ വ്യത്യാസം വരുത്തുന്ന നിലവാരത്തിൽ തന്നെ കർത്തൻ ഇറങ്ങി നിന്നിട്ട് പറയുന്നു, ഇത് നിങ്ങൾക്ക് മാസത്തിന്റെ ആരംഭമാകുമെന്ന്. നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോൾ മെയ് മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് വന്നു നിൽക്കുമ്പോൾ നമ്മളോട് കർത്തൻ വന്ന് പറയുകയാണ്, ഇവിടെ മുതൽ പുതിയ വർഷം ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ മുതൽ പുതിയ വർഷം ആരംഭിക്കുകയാണെന്ന്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു നോക്കിക്കേ, നമുക്ക് ജനുവരി തുടങ്ങി മുമ്പോട്ട് കടന്നു വന്നാൽ ഹല്ലേലൂയ, ജൂൺ മാസം നാട്ടിലെ കണക്കനുസരിച്ചാണെങ്കിൽ ജൂൺ മാസത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഹല്ലേലൂയ, വിദ്യാഭ്യാസ വർഷത്തിന്റെ ആരംഭം അല്ലെ, സ്കൂൾ വർഷം ആരംഭിക്കുക അല്ലെ. ഹല്ലേലൂയ. ഇവിടെ ഏതാ? ഓഗസ്റ്റ് അല്ലേ? ആമേൻ. ഓഗസ്റ്റ് തൊട്ട് ഇവിടുന്ന് സെപ്റ്റംബർ. ഓക്കെ, ഹല്ലേലൂയ. ഇവിടെ അങ്ങനെ ആരംഭിക്കുകയാണ്. അതൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മുടെ ആത്മീക നിലവാരത്തിൽ കർത്തൻ പറയുക, ഇന്നു മുതൽ പുതിയ വർഷം ആരംഭിക്കാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്തിനാ പുതിയ വർഷം? ആ ജനത കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നുപോയി, കണ്ണുനീരിനകത്തിൽ കൂടെ കടന്നുപോയി. അവർ വല്ലാണ്ട് നിലവിളിച്ചുകൊണ്ടേയിരുന്നു. വല്ലാത്ത പ്രതികൂല സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി. അവർക്ക് വേണ്ടി ശ്രേഷ്ഠനായ ഒരു ഉദ്ധാരകനെ അവിടെ കൊണ്ടുവന്നു. അവന്റെ പേര് പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ. അവരെ മുമ്പിൽ ഇറക്കി നിർത്തിയിട്ട് അവരെ പുറപ്പെടുവിപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഇനി ആ പുറപ്പാടിനെ കുറിച്ചുകൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് 14-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നേ. 14-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. 14:19. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അപ്പോ രണ്ട് കാര്യങ്ങൾ അവിടെ വ്യക്തമായി വിളിച്ചു പറയുന്നു. ഒരു കൂട്ടം ജനത പുറപ്പെട്ടു വന്ന ജനത ഹല്ലേലൂയ ഒരു ഘട്ടം എത്തിയപ്പോൾ അവർ പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് സംഭവിച്ചു? കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ അവരെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരുന്ന ഹല്ലേലൂയ ഫറവോനും കൂട്ടിനും പുറകിൽ വരുന്നു എന്നുള്ള വാർത്ത അവർ അറിയുന്നു, അത് കാണുന്നു. അപ്പോൾ ഇവരാകപ്പാടെ ചഞ്ചലപ്പെട്ടു പോകുകയാണ്. ഇവരുടെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ഞങ്ങളെ പിടിച്ച് പുറമോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ഞങ്ങളുടെ പുറകിൽ വരുന്നു എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കി. ഇവർ വല്ലാതെ അങ്ങ് ഇറിറ്റേറ്റഡായി നിൽക്കുന്ന സമയത്ത് വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നിലേക്ക് വന്നു. അടുത്തത് നോക്കിക്കേ, മേഘസ്തംഭവും പുറകിൽ വന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? ഹല്ലേലൂയ. നീ എന്തിനെ കണ്ടാണോ ഇപ്പോൾ ഭയപ്പെടുന്നത്, ആ ഭയപ്പെടുന്ന വിഷയത്തെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് നിനക്കൊരു പുതിയ ആരംഭം തരാൻ, നിനക്കൊരു വാഗ്ദത്തം ഉണ്ടെന്ന് അതിന്റെ ഒരു ഉറപ്പ് കൈമാറാൻ, ഇനി ശത്രുവാകുന്നവൻ നിന്നെ പിന്തുടരില്ല എന്നുള്ള ഒരു ഉറപ്പ് കൈമാറി തരുവാൻ എത്ര പേർക്ക് പ്രതികരിക്കാൻ കഴിയോ? സ്ഥിതി മാറുകയാണ്. ഹല്ലേലൂയ. കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം വരെ ചില ഓർമ്മകൾ നിന്നെ ഇപ്പോഴും ബന്ധിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ കർത്തൻ പറയുന്നു, നിനക്ക് ചെയ്യാൻ കഴിയത്തില്ല, പക്ഷെ ഞാൻ ഇറങ്ങി നിന്ന് ചെയ്യാൻ പോവുകയാണ്.
നിന്റെ ബുദ്ധി കൊണ്ട്, നിന്റെ ജ്ഞാനം കൊണ്ട്, നിന്റെ ബലം കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ലെന്ന് കർത്തന് മനസ്സിലായിട്ട് കർത്തൻ ദൂതനെ ഇറക്കി നിർത്താൻ പോകുന്നു. കർത്തൻ മേഘസ്തംഭത്തെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കി നിർത്താൻ പോകുന്നു. വിളിച്ചു പറ, എന്റെ പുതിയ ആരംഭത്തിന് തടസ്സം കുറിക്കുന്ന സകലത്തിനെയും കർത്താവ് എന്റെ ജീവിതത്തിനകത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു. സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു. പുതിയതൊന്ന് സംഭവിച്ചു തുടങ്ങട്ടെ. പുതിയ ചരിത്രം നിന്നിൽ ആരംഭിക്കേണ്ടതിന് കർത്താവ് നിന്നെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി നിൽക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോ അവർക്ക് ഭയപ്പെടാൻ പലതുമുണ്ട്. അവരെ അടിച്ച സൈന്യമാ കടന്നു വരുന്നത്, അവരെ ദണ്ഡിപ്പിച്ച പലരുമാ കയറി വരുന്നത്. പക്ഷേ ഹല്ലേലൂയ, കർത്താവ് അവിടെ ഇറങ്ങി നിൽക്കുകയാ. ഇറങ്ങി നിന്നിട്ട് ഹല്ലേലൂയ, അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി അവിടെ ശ്രേഷ്ഠമായി വെളിപ്പെടുത്തുകയാ. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്തില് നിന്റെ കുറെ ചരിത്രങ്ങളുണ്ട്, നിന്റെ കുറെ പാസ്റ്റ് ഉണ്ട്. അതാണ് പലപ്പോഴും ദുഷ്ടനാകുന്നവൻ മുമ്പിൽ എടുത്ത് നിർത്തിയിട്ട് മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഹല്ലേലൂയ, നിന്നെ പലപ്പോഴും നിരാശയിലേക്ക് കൊണ്ടുവരുന്നേ, പ്രശ്നത്തിനകത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ, നീ പ്രാർത്ഥനാ മുറിയിൽ പോലും ഇറിറ്റേറ്റഡ് ആകുന്നത് ഇങ്ങനെ ചില വിഷണികൾ കണ്ടിട്ടാണ്. കർത്തൻ പറയുന്നു, നീ ഒരു വാഗ്ദത്ത മണ്ണിലേക്ക് കയറണമെങ്കിൽ, നീ ഒരു വാഗ്ദത്ത മണ്ണിനകത്ത് സ്വസ്ഥതയോടെ ഇരിക്കണമെങ്കിൽ, സമാധാനത്തെ ആ വാഗ്ദത്തത്തെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇവയെ സെപ്പറേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ വിളിച്ചു പറ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇതാ ചിലതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പോകുകയാണ്. അതെന്റെ ജീവിതത്തിൽ നിന്ന് മാറുകയാണ്. ചില ബന്ധങ്ങൾ കാരണം വീർപ്പ് മുട്ടുന്ന ചിലത് ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. ചില ബന്ധനങ്ങളാകാതെ അതിനെ യേശുവിന്റെ നാമത്തിൽ മുറിച്ചു മാറ്റുന്നു. ദൈവിക പ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്നത് സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇറങ്ങി നിന്ന് ഹല്ലേലൂയ, ഒരു കത്രിക കൊണ്ട് ഒരു റിബൺ കട്ട് ചെയ്യുന്നത് പോലെ എന്റെ മുമ്പിൽ കർത്താവ് ഇങ്ങനെ കാണിച്ചിട്ട് പറയുന്നു, ചിലത് മുറിച്ചു മാറ്റുകയാണ്, ചിലത് മുറിച്ചു മാറ്റുകയാണ്. ചില വിഷയത്തിനകത്ത് നിനക്ക് പെയിൻ വന്നേക്കാം. പക്ഷേ പിന്നത്തേതിനത് വലിയ നന്മയ്ക്ക് കാരണമായി ഭവിക്കുമെന്ന് കർത്താവ് ആലോചന പറയുന്നു. എന്തിനാ അവരെന്നോട് പിണങ്ങിയത്? എന്തിനാണ് അവരെന്നോട് ഇപ്പോൾ മിണ്ടാതെ ഇരിക്കുന്നത്? അല്ലല്ലേ, നിന്നോട് അവർ മിണ്ടാതിരിക്കുകയല്ല, നിന്നെ കർത്താവ് സൂക്ഷിക്കുകയാണ്. നിന്നെ ചില കുഴികൾക്കകത്ത് വീഴുന്നതിന് മുമ്പ് കർത്താവ് നിന്നെ എടുത്ത് മാറ്റുകയാണ്. ആ ഒരു ചില ചലനങ്ങൾ ഇന്ന് പകലിലൂടെ സംഭവിക്കുന്നു. ഹല്ലേലൂയ, കർത്താവ് എന്നെ അങ്ങനെ ചിലത് കാണിക്കുന്നല്ലോ. ചിലത് മാറുകയാ. ഹല്ലേലൂയ, നിന്റെ കഴിവ് കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, നിന്റെ ബലത്തിന് അത് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ കർത്തൻ പറയുന്നു, ഞാൻ ചിലതിനെ അടർത്തി മാറ്റുകയാണ്. ഹല്ലേലൂയ, കാരണം അത് നിന്റെ ഉയർച്ചയ്ക്ക് ഹേതുവായി തീരണം. ഹല്ലേലൂയ, ഇവിടെ ഇതാ സംഭവിക്കുന്നു, അസാധാരണമായ ചിലത് സംഭവിക്കുന്നു. ഹല്ലേലൂയ, എത്ര ശ്രമിച്ചിട്ടും ഹല്ലേലൂയ ചിലതിനകത്ത് കുരുങ്ങിക്കിടക്കുകയാണ്. ഹല്ലേലൂയ, മുള്ളിനകത്തിൽ കിടക്കുന്ന ഒരു ചെടി പോലെ എങ്ങനെ തലപൊക്കിയാലും മുറിവുകൾ മാത്രമുള്ള അവസ്ഥയ്ക്കകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ആ മുള്ളിനെ കത്തിക്കാനുള്ള അഭിഷേകം നിന്റെ മേൽ പകരുകയാണ്. ഹല്ലേലൂയ, ചിലതൊക്കെ കർത്താവ് ഇറങ്ങി നിന്ന് ചെയ്യാൻ പോകുന്നു. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ, കർത്താവ് ഇങ്ങനെ കോമൺ ആയിട്ട് ചില ദൂതുകളൊക്കെ ഇങ്ങനെ കൈമാറി തരിക. ഹല്ലേലൂയ, ചില വലിയ കാര്യങ്ങൾ കർത്താവിന് ചെയ്യാനുണ്ടെന്നേ. ഹല്ലേലൂയ, 14-ാം അധ്യായം തന്നെ 13-14 വാക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോ അവിടെ പറയുകയാണ്, ഇന്ന് വരെ നീ കണ്ടതിനെ ഇനി കാണത്തില്ല. പറഞ്ഞേ, എന്റെ ദൈവം സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോ ഹല്ലേലൂയ 13-14 ഹല്ലേലൂയ
14. ഓക്കെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു നോക്കിക്കേ, അവിടെ വ്യക്തമാക്കുകയാണ്, ഹല്ലേലൂയ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുകയും, ഹല്ലേലൂയ, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. മിസ്രൈമിൽ ഇനി ഒരു നാളും കാണത്തില്ല. കാരണം കഴിഞ്ഞ നാളുകളിൽ നിന്നെ തകർത്ത് കളയാൻ പദ്ധതി ഒരുക്കിയതൊന്നും ഹല്ലേലൂയ ഇനി നീ കാണത്തില്ല. കർത്താവ് ചിലത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ അത്രയും ശ്രേഷ്ഠതയോടെയാണ് ആ കാര്യാദികൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നൊന്ന് പറഞ്ഞേ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ചിലത് ഇനി ഞാൻ കാണത്തില്ല. എന്നെ വ്യസനിപ്പിച്ച ചിലതിനെ ഇനി ഞാൻ കാണത്തില്ല. ചില വിഷയങ്ങൾ എന്റെ മുമ്പിൽ ഭാരമായി നിലനിൽക്കുന്നു, അതിനി ഞാൻ കാണത്തില്ല. ഇനി അത് കാണത്തില്ല. കാരണം ഞാനല്ല അതിനെ അടർത്തി മാറ്റിയത്, എന്റെ ദൈവമാണ് എന്നിൽ നിന്നത് മാറ്റിവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ പറ, എന്റെ ജീവിതത്തിന്റെ മേൽ ഇത് മാസത്തിന്റെ ആരംഭമാകാൻ പോകുന്നു. ഹല്ലേലൂയ. വാഗ്ദത്തത്തിന്റെ നന്മയുടെ ഹല്ലേലൂയ ആരംഭമായിട്ട് കർത്താവ് ഇതിനെ കുറിച്ചിടുക. ഹല്ലേലൂയ. പകലിൽ എത്ര പേർക്ക് അങ്ങനെയൊന്ന് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. ആ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠമായി വെളിപ്പെടട്ടെ. നമുക്ക് ആ പുതിയ നിയമ ഭാഗത്തിലേക്ക് തന്നെ കടന്നു വരാം. അവിടെ ദൈവത്തിന്റെ ശ്രേഷ്ഠതയുടെ കരം അധികം ശക്തിയോടുകൂടി ചലിക്കപ്പെടുവാൻ ഇടയായി. ഹല്ലേലൂയ. പുതിയ നിയമ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇനി ശ്രദ്ധിക്കണേ, അവിടെ നാം ശ്രദ്ധിച്ചത് എന്താണ് ചരിത്രം പറയുന്നത്? 400 വർഷത്തെ ഇരുണ്ട കാലഘട്ടം. പറഞ്ഞേ, 400 വർഷത്തെ ഇരുണ്ട കാലഘട്ടം. ഈ ഇരുണ്ട കാലഘട്ടത്തിനകത്തിൽ എന്താ സംഭവിച്ചത്? ആ കാലഘട്ടത്തിലെ ചരിത്രം നാം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഹല്ലേലൂയ, പെരുന്നാളുകൾ അവിടെ ഒരു കുറവുമില്ലായിരുന്നു. പെരുന്നാളുകൾക്ക് ഒരു കുറവുമില്ലായിരുന്നു. അവരുടെ ശബത്ത് ആഘോഷങ്ങൾ എല്ലാം നടന്നുകൊണ്ടേയിരുന്നു. സിനഗോഗുകളിൽ പ്രയറുകൾ അത് നടന്നുകൊണ്ടേയിരുന്നു. വേദശാസ്ത്രിമാർ അവർ തോറയും മറ്റു കാര്യാദികളും എല്ലാം വെച്ച് പഠനങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. മനുഷ്യപുത്രനാകുന്ന യേശുവിനെ കുറിച്ചുള്ള പ്രവാചക ഗ്രന്ഥങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ സിനഗോഗുകളിൽ വായിച്ചു കൊണ്ടേയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ഒരു ഇടപെടലും അവിടെ ഉണ്ടായിരുന്നില്ല. അതെ, ദൈവത്തിന്റെ ഒരു ഇടപെടലും അവിടെ ഉണ്ടായിരുന്നില്ല. ഇനി ശ്രദ്ധിക്കണേ, ഹല്ലേലൂയ. അതിനൊരു ഒരൊറ്റ ചരിത്ര ഭാഗം കൂടെ പറയാം. സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം നടത്തിയ ഫസ്റ്റ് സാമുവേൽ ഹല്ലേലൂയ. അവിടെ കാണുന്നത് 3-ാം അധ്യായം ചാപ്റ്റർ 3 വേഴ്സ് 1. ഹല്ലേലൂയ. 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ആമേൻ. ശ്രദ്ധിച്ചേ, അവിടെ ഹല്ലേലൂയ ഈ ഇരുണ്ട കാലഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗം ഞാൻ അവിടെ തെളിയിക്കുകയാണ്. അവിടെ പറയുകയാണ്, യഹോവയുടെ സന്നിധി ശുശ്രൂഷ ചെയ്യുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഒന്ന് നോക്കിയേ, ശുശ്രൂഷകളും മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എന്നാൽ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ഇടപെടലുകൾ ഒന്നുമില്ല. യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ദൈവ ശബ്ദം ആർക്കും തന്നെ കേൾക്കാനില്ലായിരുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു കാലഘട്ടത്തിനകത്തിൽ കൂടെ ഒരു വലിയ കൂട്ടം സമൂഹം തന്നെ ഇങ്ങനെ മുമ്പോട്ട് പോകുകയാണ്. ഹല്ലേലൂയ. ഇപ്പൊ ഇനി ശ്രദ്ധിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. പുതിയ നിയമത്തിന്റെ പഴയ നിയമത്തിന്റെ ഇടയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് അതിനു മുമ്പ് നടന്ന സംഭവമാണ്. ഹല്ലേലൂയ. എന്നാൽ അടുത്തൊരു കാര്യം കൂടെ പറയാം. 400 വർഷത്തെ ഇരുണ്ട കാലഘട്ടം. ഒരു വ്യക്തി, ഇപ്പൊ മോശ എഴുതിയ 90-ാം സങ്കീർത്തനം പോലെ, ഒരു വ്യക്തി 80 വയസ്സ് വരെയാണ് ജീവിക്കുന്നത് എങ്കിൽ 5 തലമുറ, അല്ലെ, ഏകദേശം 80 വയസ്സ് വരെയാണ് ഒരു വ്യക്തി ജീവിക്കുന്നത് എങ്കിൽ 5 തലമുറയുടെ കാലഘട്ടമാണ് ഈ 400 വർഷം. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോ ഹല്ലേലൂയ സുജിൻ ബ്രദർ ഹല്ലേലൂയ അഭിഷേകത്തിന്റെ ശക്തിയിൽ നിലനിൽക്കുന്നു. അടുത്തൊരു തലമുറയിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവൻ ആ അഭിഷേകം എന്താണെന്ന് ഹല്ലേലൂയ ചർച്ചിനകത്തിൽ വന്നിരിക്കുന്ന എക്സ്പീരിയൻസും അപ്പൻ പറയുന്ന അന്യഭാഷയും ഹല്ലേലൂയ ആ ആരാധനയും ഒക്കെ കണ്ടുള്ള ഒരു എക്സ്പീരിയൻസിലാണ് അവൻ വളർന്നു വരുന്നത്. പക്ഷേ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന്റെ വചനം ദുർലഭമായിരുന്നത് പോലെയുള്ള ആ കാലഘട്ടത്തിനകത്തിൽ ഒരു തലമുറ നിന്നു. അടുത്ത തലമുറ വരുമ്പോഴത്തേക്കിന് എന്ത് സംഭവിക്കും? ഹല്ലേലൂയ ഈ ദുർലഭമായത് വീണ്ടും കുറഞ്ഞു വരുന്നു. 2-ാമത്തെ തലമുറയിലേക്ക് എത്തുമ്പോൾ, അടുത്തത് ശ്രദ്ധിക്കുക, 3-ാമത്തെ തലമുറയിലേക്ക് എത്തുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ അപ്പൂപ്പൻ ദൈവത്തോട് സംസാരിച്ചിരുന്നു, ഞങ്ങളുടെ അപ്പച്ചൻ ദൈവത്തോട് സംസാരിച്ചിരുന്നു. 3-ാമത്തെ തലമുറ.
നാലാമത്തെ തലമുറ വരുമ്പോ അവർ പറയും ദൈവസാന്നിധ്യമോ, ദൈവത്തിന്റെ ശബ്ദോ, ദൈവം അങ്ങനെ സംസാരിക്കുമോ? കണ്ടോ, ശ്രദ്ധിച്ചേ. അടുത്ത തലമുറ, അഞ്ചാമത്തെ തലമുറയിലേക്ക് എത്തിയാൽ ശ്രദ്ധിച്ചേ, എന്നാ ശുഷ്കിച്ച അനുഭവമായിരിക്കും. ആമേൻ. ഇങ്ങനെ ഒരു തലമുറയാണ് പഴയ നിയമത്തിൽ ഇവിടെ വ്യക്തമായി വരച്ചു കാണിക്കുന്നത്. ഇതിന്റെ 7ാമത്തെ വാക്യം എടുത്തേ, 7. ഹല്ലേലൂയ. 7ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ, ഈ ഭാഗം ശ്രദ്ധിച്ചേ. സമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞിട്ടില്ല, അനുഭവമില്ലാത്തൊരു തലമുറ. അടുത്തത്, യഹോവയുടെ വചനം അവന് അന്നുവരെ വെളിപ്പെട്ടതുമില്ല. അടുത്ത വാക്യം. ഹല്ലേലൂയ. ആമേൻ. ഇതാരാ വിളിക്കുന്നേ? അവന് ചോദ്യം, ആരാ വിളിക്കുന്നേ? എനിക്കറിയത്തില്ല. ഇവിടെ തൊട്ടടുത്തുള്ളത് ഏലിയാണ്. എനിക്ക് പിന്നെ ഏലിയോട് പോയി അന്വേഷിക്കാം. അവൻ പല ആവർത്തി പോയി അന്വേഷിക്കുന്നു. ഏലി പറഞ്ഞു, ഞാൻ വിളിച്ചിട്ടില്ല. ശ്രദ്ധിച്ചേ, ദുർലഭമായിരുന്ന കാലഘട്ടത്തിൽ ഒരു തലമുറയെ തൊട്ട് എഴുന്നേൽപ്പിക്കുകയാ. എന്തിനു വേണ്ടി? നിന്നെ എനിക്ക് ഉപയോഗിക്കാനുണ്ട്. ആമേ, നിന്നെ എനിക്ക് ഉപയോഗിക്കാനുണ്ട്. അടുത്ത ഭാഗത്ത് ഹല്ലേലൂയ, ദൈവ സാന്നിധ്യത്തെ പണ്ട് അനുഭവിച്ചറിഞ്ഞ ഈ മനുഷ്യൻ ഈ സാമുവേലിന് ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കുകയാ. ഇനി അങ്ങനെ ഒരു ശബ്ദം ഉണ്ടായാൽ ഞാൻ കേൾക്കുന്നു. കർത്താവേ, അരുളി ചെയ്യണമേ. ഹല്ലേലൂയ. അടിയനിതാ സമർപ്പണം. ആമേൻ. ഹല്ലേലൂയ. പിന്നീട് സംഭവിക്കുന്ന കാര്യം, ഹല്ലേലൂയ, അടുത്ത ഭദ്രഭാഗങ്ങൾ താഴോട്ട് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, ദാൻ മുതൽ ബർശേബ വരെ അവൻ യഹോവയ്ക്ക് വിശ്വസ്ത പ്രവാചകൻ. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന വാക്കുകൾ ഒന്നും നിഷ്ഫലമായി പോയില്ല. ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ. നിന്റെ ജീവിത യാത്രക്കകത്തിൽ കർത്തൻ പറഞ്ഞു, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞ ആലോചനക്കകത്തിൽ നിന്നുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ, നിന്റെ ജീവിത യാത്രക്കകത്ത് കഴിഞ്ഞ നാളുകളിൽ പിതാക്കന്മാരുടെ ഒരനുഭവം നിനക്ക് പറയാൻ ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ കർത്തൻ പറയുന്നു, ഒരു എൻകൗണ്ടർ നിന്റെ ജീവിതത്തിന്റെ മേൽ സംഭവിച്ചാൽ, ദാൻ മുതൽ ബർശേബ വരെ വിശ്വസ്തനായ പ്രവാചകൻ എന്ന് പറഞ്ഞതുപോലെ നിന്നെ കുറിച്ച് കർത്താവ് ഇറങ്ങി നിന്ന് സാക്ഷ്യം പറയും. കർത്തൻ ഇറങ്ങി നിന്ന് സാക്ഷ്യം പറയും. ഇന്ന് പകലിൽ ഹല്ലേലൂയ, നീ ഒരു പാസ്റ്ററുടെ കുടുംബത്തിൽ ആയിരിക്കത്തില്ല ജനിച്ചിരിക്കുന്നത്. ഒരു ജാതീയ പശ്ചാത്തലത്തിനകത്തിൽ നിന്നായിരിക്കാം കടന്നു വന്നിരിക്കുന്നത്. ഏതോ ഒരു വ്യക്തി എങ്ങനെയോ ഒരു ട്രാക്ടറിന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടായിരിക്കാം നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. പക്ഷേ അതിന്റെ നടുവിൽ കർത്താവിന് പറയാനുണ്ടെന്നേ, ഹല്ലേലൂയ, നിന്നെ എനിക്ക് ഉപയോഗിക്കാനുണ്ട്. ഹല്ലേലൂയ. നിന്റെ പാരമ്പര്യം വിഷയമല്ല. നിന്റെ പുറമോട്ടുള്ള ചരിത്രം കർത്താവിന് വിഷയമല്ല. കർത്താൻ പറയുന്നു, നിന്നെ ഉപയോഗിക്കാൻ സമയമായി. ഹല്ലേലൂയ. നീ ഉപയോഗിക്കപ്പെടാനുള്ള സമയമായി. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ പലപ്പോഴും വിളിച്ചു പറയുന്നു, കർത്താവേ, ഹല്ലേലൂയ, എനിക്ക് മാത്രമല്ല ഇത്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മറ്റുള്ളവർ എല്ലാവരും സേഫ് സോണിനകത്തിൽ നിലനിൽക്കുമ്പോൾ എനിക്ക് മാത്രമല്ല ഇങ്ങനെ ഒരു പ്രശ്നം, ഇങ്ങനെ ഒരു ഭാരത്തിനകത്തിൽ കൂടെ ഞാൻ കടന്നു പോകുന്നത് എന്താ? കർത്താവിന് പറയാറുണ്ട്, നീ മുൾപ്പുറപ്പ് കണ്ടതല്ലേ ഉള്ളൂ, ചിലത് പ്രാപിച്ചോണ്ട് ഒരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിക്കാൻ നിന്റെ മേൽ ഞാൻ ശക്തി മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയ്ക്ക് എൻകൗണ്ടർ ഉണ്ടായി, ഏലിയാവിന് എൻകൗണ്ടർ ഉണ്ടായി. ഹല്ലേലൂയ. എലീശയ്ക്ക് ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായി. പൗലോസിനും പത്രോസിനും എല്ലാം ദൈവിക ഇടപെടലുകൾ ഉണ്ടായി. എന്തിനു വേണ്ടിയാ കുഞ്ഞെ നിനക്ക് ദൈവിക ഇടപെടൽ തരുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ. ഹല്ലേലൂയ. ദീർഘവർഷങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യം ചില മണിക്കൂറുകൾ കൊണ്ട് ചെയ്തു തീർക്കാനാ നിന്നെ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നത്, നിന്നെ കർത്താവ് എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചല്ലോ, ഹല്ലേലൂയ, രാത്രിയുടെ യാമത്തിൽ ഹല്ലേലൂയ, സൂര്യന്റെ വെളിച്ചം ഇല്ലാത്ത സ്ഥലത്ത് അസാധാരണമായ ഉണക്ക കമ്പിനെ, ഉണക്ക വടിയെ ഹല്ലേലൂയ പൂത്ത് ഫലമുള്ളതാക്കി പുറത്തു കൊണ്ടുവന്നത് പോലെ അനേക വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ടുന്ന കാര്യം ചില മണിക്കൂറുകൾ കൊണ്ട് ചെയ്ത അതേ നല്ല കർത്താവിന് കുഞ്ഞെ നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു സ്പർശനം കൊണ്ടുവന്നാൽ അത് അനേക വർഷങ്ങൾ കൊണ്ട് നിനക്ക് ചെയ്യാൻ കഴിയാത്തതിനെ ചെയ്യിപ്പിക്കുന്ന ശക്തിയായിട്ട് അത് പുറത്തു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കൈ കൊടുത്തിട്ട് പറ, ഒരു ഡിവൈൻ എൻകൗണ്ടർ എന്നിൽ സംഭവിക്കുകയാ. ഒരു ഡിവൈൻ എൻകൗണ്ടർ എന്നിൽ സംഭവിക്കുകയാ. അതിനെ ഞാൻ സ്വീകരിക്കുകയാ. അത് ഞാൻ സ്വീകരിക്കുകയാ. അത് ഞാൻ സ്വീകരിക്കുകയാ. ഒന്നും കൂടെ വിളിച്ചു പറയണം, ഹല്ലേലൂയ. അതെന്നെ വേഗതയുള്ളവനാക്കി മാറ്റും. അതെന്നെ വേഗതയുള്ളവനാക്കി മാറ്റും. ഹല്ലേലൂയ. ഈജിപ്തിന്റെ മണ്ണിൽ ഈജിപ്തിന്റെ ആ ഒരു പ്രത്യേക പച്ചപ്പുൽ തകിടിക്ക് അപ്പുറത്ത് എന്താണ് ഉള്ളതെന്ന് അറിയാത്ത മോശയ്ക്ക് ഒരു എൻകൗണ്ടർ സംഭവിച്ചപ്പോ, ഹല്ലേലൂയ, അവൻ ചെങ്കടലിലെ നീര് വാടി നീട്ടുന്നവനായിട്ട് എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. 12 ശിഷ്യന്മാർ, അവർ ഗലീലക്കാരാ. അതിന് പിന്നീട് അവരെ കുറിച്ച് പറയുന്നു, അവർ പഠിപ്പില്ലാത്തവർ, അവർ വിദ്യാഭ്യാസമില്ലാത്തവർ. പക്ഷേ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങളുടെ പുസ്തകം അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വന്നപ്പോൾ അവരെ കുറിച്ച് പറയുന്നു, ദേശത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും എത്തിയോ. ഹല്ലേലൂയ. ലുദിയായുടെ ഹൃദയം, അത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ലുദിയായുടെ ഹൃദയത്തെ ഹല്ലേലൂയ തൊട്ടുകൊണ്ട് ഒരു വെളിച്ചപ്പാടത്തിയെ അവളിൽ നിന്ന് ദുരാത്മാവിനെ ശാസിച്ചുകൊണ്ട് ഹല്ലേലൂയ കാരാഗ്രഹ പ്രമാണിക്ക് രാത്രിയിൽ സ്നാനം നടത്തിക്കൊണ്ട് യൂറോപ്പിന്റെ മണ്ണിനെ തൊടാൻ പൗലോസിനെ കർത്താവ് ഉപയോഗിച്ചു എങ്കിൽ, അതേ മണ്ണിനകത്ത് നിന്ന് പകലിൽ നമ്മൾ ഇരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിക്കുമ്പോൾ വിളിച്ചു പറ, അപ്പാ അങ്ങനെ ഒന്ന് ചിലത് ഇനിയും ആവർത്തിക്കപ്പെടണം. ഹല്ലേലൂയ. സുവിശേഷം യൂറോപ്പിൽ കയറിയത് ഈ 3 വ്യക്തികളിൽ കൂടിയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വിളിച്ചു പറ, ഹല്ലേലൂയ, ഈ 3 എൻകൗണ്ടർ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചു നോക്കിക്കേ, രക്താംബരം വിൽക്കുന്ന, അതായത് പഠിച്ചു പോയാൽ കോടികളുടെ ബിസിനസ് ചെയ്യുന്ന ഒരു സഹോദരിയെ ഹല്ലേലൂയ സുവിശേഷം തൊട്ടു. അടുത്തത് പൈശാചിക ബന്ധനത്തിനകത്തിൽ കടന്ന് വെളിച്ചപ്പാടത്തിയ സുവിശേഷം തൊട്ടു. കാരാഗ്രഹത്തിന്റെ പ്രമാണിയെ സുവിശേഷം തൊട്ടു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഈ 3 ഘട്ടത്തിനകത്തിൽ കൂടിയാണ് യൂറോപ്പിന്റെ മണ്ണിലേക്ക് സുവിശേഷത്തിന്റെ ആരംഭമെങ്കിൽ, കർത്താവേ, ഇത് ഞങ്ങളിൽ കൂടെയും സംഭവിക്കട്ടെ. ഒന്നാമേൻ പറയാമോ? തലയിലോട്ടൊന്ന് കൈവച്ചിട്ട് പറയാമോ, കർത്താവേ, ഞങ്ങളിലും അത് സംഭവിക്കണം. ഹല്ലേലൂയ. ഞങ്ങളിലും ഇതൊക്കെ ഒന്ന് സംഭവിക്കണം. കർത്താവേ, ഈ 3 വ്യക്തിത്വങ്ങൾ മാത്രമല്ല, ഹല്ലേലൂയ, ഇതിനും അപ്പുറത്ത് കർത്തൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എന്നിൽ സംഭവിക്കണം. ഹല്ലേലൂയ. നിന്നെ വേഗതയുള്ളവനാക്കി മാറ്റും. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ആരും ആ പദം പറയുന്നില്ല. എങ്കിലും പഴയ നിയമ അഭിഷിക്തൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, മാനിനുള്ളതുപോലൊരു കാൽ എനിക്കുണ്ടായിരുന്നെങ്കിൽ, പ്രാവിനുള്ളതുപോലൊരു ചിറക് എനിക്കുണ്ടായിരുന്നെങ്കിൽ. പ്രിയ ദൈവമേ, അങ്ങനെയാണെങ്കിൽ നമ്മളെന്താ ഇതൊന്നും ആഗ്രഹിക്കാതെ? ഹല്ലേലൂയ. നമ്മളെന്താ ഇതൊന്നും ആഗ്രഹിക്കാതെ? നിന്റെ മേൽ കിടക്കുന്ന വിളിക്കനുസരിച്ച് ഓടാൻ, ഹല്ലേലൂയ, കുഞ്ഞൻ, നീ ഒന്ന് തയ്യാറെടുത്താൽ ആ തയ്യാറെടുപ്പിനെ കർത്താവ് മാനിക്കും. നിന്റെ മേൽ സുവിശേഷത്തിന്റെ വിളി കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരാ അതിനകത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത്? വ്യക്തതയോടെ വിളിച്ചു പറയുകയാണ്, ദൈവത്തിന്റെ പ്രവൃത്തി അത് നിന്നിൽ സംഭവിക്കും. എങ്ങനെ? കർത്താവിന്റെ പുതിയ നിയമം എന്നിൽ ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഒന്ന് വിളിച്ചു പറഞ്ഞേ, കർത്താവേ, എന്റെ ജീവിതത്തിന്റെ മേൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. സുവിശേഷത്തിന് നിമിത്തം, സുവിശേഷം കാരണം, ഹല്ലേലൂയ, എന്നിൽ കൂടെ ചിലത് വിടുവിക്കപ്പെട്ട് പുറത്തു വരേണ്ടുന്നതിന് അപ്പാ ഞാൻ എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇനിയും ശ്രദ്ധിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. പുതിയ നിയമ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോ ആരാണ് ആദ്യം പ്രവചന ശുശ്രൂഷയുമായി കയറി വരുന്നത്? യോഹന്നാൻ സ്നാപകനാ. അവനെ കുറിച്ച് പറയുന്നത് മരുഭൂമിയിൽ നിന്ന് കടന്നു വരുന്നത്, അല്ലെ? മരുഭൂമിയിൽ നിന്ന് അവൻ കടന്നു വരുന്നു. ഹല്ലേലൂയ. സാധാരണ എന്താ സംഭവിക്കേണ്ടത്? ശാസ്ത്രിമാരുടെ ഇടയിൽ നിന്ന് ഒരുത്തൻ എഴുന്നേൽക്കണം, അല്ലെങ്കിൽ ദേവാലയത്തിനകത്ത് നിന്ന് അഭിഷിക്തനെ ഒരാൾ എഴുന്നേൽക്കണം, ഹല്ലേലൂയ, അല്ലെങ്കിൽ സിനഗോഗുകൾക്കകത്ത് നിന്ന് ഒരുത്തൻ എഴുന്നേൽക്കണം. അതാണ് പാരമ്പര്യം. പക്ഷേ ആ പാരമ്പര്യങ്ങളെ എല്ലാം പൊട്ടിച്ചുകൊണ്ട് വചനം പറയുന്നു, മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്നവന്റെ പേര് യോഹന്നാൻ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഹല്ലേലൂയ ദൈവം അയച്ച ഈ യൂറോപ്പിന്റെ മണ്ണിലേക്ക് കുഞ്ഞൻ നിന്നെ കൊണ്ടുവന്നതിന്റെ പുറകിൽ എന്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കഴിഞ്ഞ നാളുകളിൽ യൂറോപ്പിന്റെ മണ്ണിൽ നിന്ന് അനേക വ്യക്തിത്വങ്ങൾ ഹല്ലേലൂയ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന സകല അധ്വാനത്തിന്റെയും ഒരു
പ്രധാനപ്പെട്ട ഒരു അംശമെടുത്ത് അവർ അധ്വാനിച്ച കാശ് അനേക വ്യക്തികൾക്ക് കൈമാറി അവർ സുവിശേഷം ലോകത്ത് മുഴുവൻ അറിയിച്ച മണ്ണിൽ ഇന്ന് പൈശാചിക സ്വാധീന മേഖലകൾ നടമാടുമ്പോൾ അതിന്റെ നടുവിൽ എതിർത്ത് നിന്നിട്ട് അധികാരത്തോടെ സഭ പറ, ഞങ്ങൾ യൂറോപ്പിന്റെ മണ്ണിനെ സ്പർശിക്കാൻ എഴുന്നേൽക്കാൻ പോകുകയോ. ഞങ്ങളിൽ കൂടെ ഇനി ചിലത് സംഭവിക്കും. ഞങ്ങളിൽ കൂടെ ഇനി ചിലത് സംഭവിക്കും. ഞങ്ങളിൽ കൂടെ ചിലത് സംഭവിക്കും. ഹല്ലേലൂയ. ചില ലുദിയാമാരെ തൊടാൻ സുവിശേഷം ഹല്ലേലൂയ ദേശത്തെ പരക്കാൻ ഹല്ലേലൂയ പുറകിൽ ബാക്ക് സപ്പോർട്ട് ആവശ്യമാണ്. ദൈവം ഇറങ്ങി നിൽക്കും. ചില ലുദിയാമാരെ തൊടാൻ കർത്താവേ രക്താമരം നിൽക്കുന്നത് പോലെയുള്ള ചില ലുദിയാമാരെ തൊടാൻ പരിശുദ്ധാത്മാവ് ചിലരുടെ ചിറക് വെക്കുന്നത് കർത്താവ് കാണിച്ചു തരുന്നു. ചിറക് ധരിപ്പിക്കുന്നത് കർത്താവിന്റെ മുമ്പിൽ കാണിക്കുന്നു. ചില ലുദിയാമാരെ തൊടാൻ, ചില വെളിച്ചപ്പാടത്തിമാരെ ശാസിക്കാൻ, ചില അധികാരികളെ സ്നാനപ്പെടുത്താൻ ദൈവമഹത്വം വെളിപ്പെടും. ദൈവമഹത്വം വെളിപ്പെടും. ശ്രദ്ധിച്ചു നോക്കിക്കേ, പലപ്പോഴും നമ്മൾ പറയും, കർത്താവേ ഞാൻ പരാജയപ്പെട്ടു പോയി, ഞാൻ ഭാരപ്പെട്ട് പ്രയാസത്തിനകത്തിൽ കൂടെ കടന്നു പോകുന്നു, ഞാനൊരു തെളിവ് തരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ ഉള്ളത്തിൽ കർത്താവിനെ ബലപ്പെടുത്തിയ ഒരൊറ്റ ഭാഗം, ഹല്ലേലൂയ, യേശു കർത്താവിന്റെ ക്രൂശീകരണം കഴിഞ്ഞു. ക്രൂശീകരണം കഴിഞ്ഞതിന് ശേഷം ഹല്ലേലൂയ പത്രോസ് തന്നെ, നിയോഗമുള്ള പത്രോസ് തന്നെ പടകും വലയും എടുത്തുകൊണ്ട് പോയി. ഹല്ലേലൂയ. കർത്താവിനെ വഴക്ക് പറഞ്ഞോ? പറ, കർത്താവിനെ വഴക്ക് പറഞ്ഞോ? ഇല്ല. അവന്റെ സാഹചര്യത്തിനകത്തിൽ അവൻ ചെയ്തതാ സത്യം. ഹല്ലേലൂയ. ആ രാത്രി മുഴുവൻ അവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷേ ഒന്നും കിട്ടാതെ വീണ്ടും നിരാശയിൽ നിലനിൽക്കുന്ന ആ പത്രോസിന്റെ മുമ്പിൽ കർത്താവ് വന്ന് അവിടെ നിൽക്കുകയാണ്. എന്റെ ഭാഷയിൽ പറഞ്ഞ പുറകിൽ ഇങ്ങനെ കൈയൊക്കെ വെച്ച്, അല്ലെങ്കിൽ ഞാൻ കണ്ടതാ പറയുന്നത്, ഇങ്ങനെ അല്ലെങ്കിൽ ഉലാവ് നടക്കുന്ന ഒരു യേശു. എന്തിനു വേണ്ടി? ഹല്ലേലൂയ. എടാ, നീ ആ പടകും വലയൊക്കെ വിട്ടിട്ട് നീ കരയിലോട്ടൊന്ന് കയറി വാ, നിന്നെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. അവൻ ആ രാത്രി മുഴുവൻ അധ്വാനിച്ചു. നമ്മളാണെങ്കിൽ ഹല്ലേലൂയ ഇടയ്ക്ക് ബ്രേക്കിനെങ്കിലും പോകും അല്ലേ, ഒരു പോയി കാപ്പിയെങ്കിലും കുടിക്കും. ഈ കടലിനകത്തിൽ എവിടാ ബ്രേക്ക്? ഹല്ലേലൂയ. എവിടാ നല്ല വെള്ളം കിട്ടാനുള്ളത്? ഒന്നുമില്ലാത്ത വല്ലാത്ത ശൂന്യതയ്ക്കകത്ത് വയറൊക്കെ ഒട്ടിയിരിക്കുന്ന ആ അനുഭവത്തിനകത്ത് നിൽക്കുന്ന പത്രോസിന്റെ മുമ്പിൽ ശ്രദ്ധിച്ചേ, അവൻ ആവശ്യമുള്ളത് ആദ്യം കർത്താവ് ഒരുക്കി വെച്ചു. എടാ, നീ എന്തിനാടാ സുവിശേഷം വിട്ടിട്ട് പോയേ, അല്ലെങ്കിൽ നീ എന്തിനാടാ എന്നെ വിട്ടുവെച്ച് പോയേ എന്ന് പറഞ്ഞ് അവനെ തല്ലാൻ ചെന്നില്ല. ഹല്ലേലൂയ. അവന്റെ ഇപ്പോഴത്തെ ആവശ്യം എന്താ? ഹല്ലേലൂയ. അവന്റെ വയറൊന്ന് റെഡിയാകണം അല്ലേ? ഹല്ലേലൂയ. നോക്ക്, കാനലിൽ ചുട്ട അപ്പം, ഹല്ലേലൂയ, മീനെ കാനലിൽ ചുട്ട് റെഡിയാക്കി അവിടെ കർത്താവ് വെച്ചിരിക്കുക. വെച്ചിട്ട് അടുത്ത ഭാഗം എന്താ? ശ്രദ്ധിച്ചേ, അടുത്ത ഭാഗം എന്താ കർത്താവ് ചെയ്തേ? പറഞ്ഞേ, അത് അടുത്ത ഭാഗം എന്താ കർത്താവ് ചെയ്തേ? ഹല്ലേലൂയ. എടാ, നീ നിന്റെ ശൂന്യതയ്ക്കകത്ത് ഇങ്ങോട്ട് കയറി വരണ്ട. നിന്റെ ശൂന്യതയ്ക്കകത്ത് നീ കയറി വരണ്ട. ഹല്ലേലൂയ. നീ വീണ്ടും പടകിന്റെ വലതുഭാഗത്തേക്ക് വലയെറിയ. ആമേൻ. ഒരു വലിയ നിറവ് എപ്പോഴാ സംഭവിച്ചേ? യേശുവിനെ വിട്ടേച്ചു പോയ ആ രാത്രി ഒരു വലിയ നിറവ് അവന്റെ മേൽ കൊടുത്തു. വലിയ നിറവ്. എടാ, നിന്റെ പരാജയത്തിനകത്ത് നിന്ന് അല്ല കർത്താവ് വിളിച്ച് സുവിശേഷ വേലയ്ക്ക് ഇറക്കുന്നത്. നീ വിജയിച്ചു നിൽക്കുന്ന അതേ സമയത്ത് തന്നെ നീ പടകും വലയും വിട്ടേച്ചിറങ്ങി വരണം. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, നിന്റെ പരാജയത്തിന്റെ ഓർമ്മകൾ നിന്റെ അകത്തളത്തിൽ ഇരിക്കരുത്. ആരെങ്കിലും ഇന്ന് ആ പരാജയത്തിന്റെ ആ ഓർമ്മകൾ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് പറ, കർത്താവേ, എനിക്കിങ്ങനെയല്ല, എനിക്കൊന്ന് ജയിച്ചു കയറി വരണം. ഹല്ലേലൂയ. ഫിലിപ്പോസിനോട് കർത്താവ് ആലോചന പറയുമ്പോ അവൻ ഏറ്റവും ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന സമയമാണ് പറയുന്നത്. ഗസക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോക. ആ വാക്ക് കേൾക്കാൻ അവൻ തയ്യാറായിരുന്നു. ഹല്ലേലൂയ. ഇനി എന്താ സംഭവിച്ചത്? എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ കടന്നു വന്നു, അവനോട് സുവിശേഷം പറഞ്ഞു. പോകുന്ന വഴിയാത്രയിൽ തന്നെ അവനെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുവന്നു. എന്താ ഇതിന്റെ എല്ലാം പുറകിലെ രഹസ്യം? കുഞ്ഞെ, നിന്നിൽ ഒരു പുതിയ നിയമം സ്ഥാപിക്കപ്പെടുമ്പോൾ നിന്റെ കാതിലും ആ നന്മ തുറക്കപ്പെടും.
ആ കാതിലും ആ നന്മ തുറക്കപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി അധികം ശക്തിയോടുകൂടി അത് വെളിപ്പെട്ടു വരുവാൻ ഇടയാകും. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. കാതിൽ ഒരു ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു തലമുറ അവിടെ എഴുന്നേറ്റ് വന്നു. പ്രിയരെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ ഹല്ലേലൂയ കാതിൽ കേൾക്കുന്ന ഒരു തലം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിലൊന്ന് പറ, കർത്താവേ ഹല്ലേലൂയ, എന്റെ കാതിനെ അവിടുന്ന് ഒന്ന് തുറക്കണം. കർത്താവേ, എന്റെ കാതിനെ അവിടുന്ന് ഒന്ന് തുറക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ എന്റെ കാതിനെ അവിടുന്ന് ഒന്ന് തുറക്കണം. എത്ര പേർക്ക് അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ ആ ഭാഗങ്ങൾ കയറി വരുമ്പോ അവിടെ പറയുന്നു, ആസയിൽ വചനം സംസാരിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് അവരെ വിലക്കി. അവരത് കേട്ടു. മൂസയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും യേശുവിന്റെ ആത്മാവ് അവരെ വിലക്കി. അവരത് കേട്ടു. ഹല്ലേലൂയ. ദൈവ പൈതലേ, അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തയ്യാറായിരുന്നു. ആ ശബ്ദം കേൾക്കാനും ഒരു കൂട്ടം തലമുറ ഉണ്ടായിരുന്നു. പുതിയ നിയമം നിന്നിൽ ആരംഭിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിന്റെ കർണവടത്തിനകത്ത് മറ്റുള്ളവർ പറയുന്ന ശബ്ദം മാത്രമല്ല, അതിലും ശ്രേഷ്ഠമായ മധുരസ്വരം പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ചിലത് ഇതിനകത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് ചില ഗൈഡൻസുകൾ തരുന്ന ചില തലമുറകളെ ഇതിനകത്തിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ആ ഒരു തലമാണ് കർത്താവ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പറ, കർത്താവേ, എന്റെ പഴയതെല്ലാം മാറിപ്പോകട്ടെ. ഒരു പുതിയതൊന്ന് എന്റെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കട്ടെ. ഒരു പുതിയതൊന്ന് എന്റെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഹല്ലേലൂയ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലീല കടലിന്റെ കാര്യങ്ങൾ മാത്രം അറിയാവുന്ന ആ ശിഷ്യന്മാരെ ലോകത്തിന്റെ വൻകരകളെ പിടിച്ചു കുലുക്കത്തക്ക നിലയിൽ ഉപയോഗിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അതേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഹല്ലേലൂയ വ്യക്തമായി എന്നോട് കർത്താവ് ആലോചന പറയുന്നു. അതേ പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ നീ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കാമെങ്കിൽ നിശ്ചയമായും ആ പരിശുദ്ധാത്മാവ് നിന്റെയും വേഗത കൂട്ടുവാൻ ശക്തനാണ്. നിന്റെയും വേഗത കൂട്ടാൻ ശക്തനാണ്. അതിനു വേണ്ടി കർത്താവ് ചിലരെ തരികയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആ ഒരു തലം നമ്മുടെ ജീവിതത്തിന്റെ മേലൊന്ന് തുറന്നു വരട്ടെ. ഹല്ലേലൂയ. അതിനായിട്ട് നാം നമ്മെ തന്നെ ഒന്ന് തുറന്നു കൊടുത്തേ, അതൊന്ന് പറഞ്ഞു കൊടുത്തേ. കർത്താവേ, അങ്ങയുടെ അഭിഷേകത്തിൽ അതൊന്ന് സംഭവിക്കട്ടെ. ഇനി അടുത്തത് ദൈവിക എൻകൗണ്ടർ അവിടെ സംഭവിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ആദ്യം സെക്കര്യാവിനോട് സംസാരിക്കുന്നു. ആമേൻ. ആദ്യം സെക്കര്യാവിനോട് സംസാരിക്കുന്നു. ഒരു പുരോഹിതനോട് സംസാരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം ആരംഭിക്കുന്നു. 400 വർഷത്തെ ഇരുണ്ട കാലഘട്ടം കഴിഞ്ഞ് കർത്താവ് പുറത്തു കൊണ്ടുവരുന്നത് ഹല്ലേലൂയ ദേവാലയത്തിനകത്തിൽ തന്നെ ദൈവശബ്ദം പുറത്തു കൊണ്ടുവരുന്നു. അതേ ദൈവത്തിന്റെ ആലോചന പുറത്തു കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ ആ തേജസ്സിന് വേണ്ടി പകരമായി, നഷ്ടപ്പെട്ടു പോയ ദൈവിക ശബ്ദത്തിന് പകരമായി ദേവാലയത്തിനകത്ത് ദൈവികമായ ശബ്ദം അവിടെ ആരംഭിക്കുന്നു. യഹൂദന്റെ പ്രാർത്ഥനയുടെ പേരാണ് ക്ഷേമ എന്ന് പറയുന്നത്. ക്ഷേമ ചൊല്ലുക എന്നവർ പറയും. ഹല്ലേലൂയ. അവർ 5 നേരം അത് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന, അകത്തളത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മറിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അടുക്കലേക്ക് അടുത്തത് ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കുന്നു. ആമേൻ. രാത്രിയുടെ യാമത്തിൽ അല്ലെങ്കിൽ ആടുകളെ കാവൽ കൂട്ടം ആയി നോക്കിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം ഇടയന്മാരുടെ അടുക്കലേക്ക് അടുത്ത സത്വാർത്തയുമായിട്ട് ദൈവിക ശബ്ദം ഇറങ്ങി വരുന്നു. പ്രിയരെ, അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ കർത്താവ് ഈ ദിവസം പറയുകയാണ്, ചില പുരോഹിതന്മാരോട് കർത്താവ് ഇത് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ചില സാധുക്കളാകുന്ന ചില വ്യക്തിത്വങ്ങളെ കർത്താവ് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ജോലിക്കാരെയും കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. 3 ഘട്ടങ്ങളിൽ കൂടെ കർത്താവ് ഹല്ലേലൂയ ദൈവത്തിന്റെ ശബ്ദത്തെ അവിടെ വേർതിരിച്ച് കാണുന്നു എങ്കിൽ പ്രിയ ദൈവമേ, ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. അതിന് എന്നെ ഉപയോഗിക്കണേ, അതിന് എന്നെ ഒന്ന് ഉപയോഗിക്കണേ. ദൈവത്തിന്റെ ശബ്ദമാകാൻ നിങ്ങൾ എത്ര പേരിന്ന് തയ്യാറെടുക്കും? ഹല്ലേലൂയ. കർത്താവേ, എന്റെ നാവിൽ കൂടെ അവിടുന്ന് ഒന്ന് സംസാരിക്കണം. എന്റെ കാതിൽ ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഒന്ന് എനിക്ക് കേൾക്കണം. എന്റെ ജീവിതത്തിന്റെ മേൽ ആ ഒരു ഡിവൈൻ എൻകൗണ്ടർ അധികാരത്തോടെ സംഭവിക്കണം. അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന്
എന്ന് എത്ര പേർക്കൊന്ന് ശ്രേഷ്ഠമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയോ? കർത്താവേ, അങ്ങ് തന്നെ എന്നോട് ഇടപെടണം. അങ്ങയുടെ ശക്തമായി നിലനിൽക്കാൻ നാഥ എന്നെ ഒന്ന് ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കേ, 3 തലത്തിൽ അത് സംഭവിച്ചു. 3 തലത്തിൽ അത് സംഭവിച്ചു. ഈ ദിവസങ്ങൾ വിളിച്ചു പറയണം, കർത്താവേ, ഞങ്ങൾ പുതിയൊരു ഹോളിലേക്ക് മാറുകയാണ്, പുതിയ ഹോളിലേക്ക് പോകുകയാണ്. ആ പുതിയ ഹോളിൽ ഞങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾ ആത്മാവിൽ വെളിപ്പെടുകയാണ്. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കേ, ഈ മറി എന്ന് പറയുന്ന സഹോദരിയുടെ അരികിലേക്ക് കടന്നിരുന്നിട്ട് അവളോട് വ്യക്തമായി വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ പകർന്നിരിക്കുന്നു, കൃപ പകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആർക്കും ചെയ്യാൻ കഴിയാത്ത ചില വൻകാര്യങ്ങൾ ചെയ്യാൻ കുഞ്ഞൻ നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് അവിടെ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പകലിൽ വിളിച്ചു പറയണം, എന്റെ മേൽ ആ ദൈവത്തിന്റെ കൃപ ചലിക്കപ്പെടട്ടെ, എന്റെ മേൽ ആ ദൈവിക ഇടപെടൽ സംഭവിക്കട്ടെ. അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവിന്റെ കരം അധികം ശക്തിയോടെ വെളിപ്പെടട്ടെ. ഇനി ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം, 1 ജോൺ, ഹല്ലേലൂയ, 2-ാം അധ്യായം 27-ാമത്തെ വാക്യം, 2:27. ഹല്ലേലൂയ. അതൊന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആമേൻ. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. ആമേൻ. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. ആമേൻ. ഹല്ലേലൂയ. നീ ശ്രദ്ധിച്ചു നോക്കിക്കേ, അവനിൽ നിന്ന് പ്രാപിച്ച അഭിഷേകം നിന്റെ മേലുണ്ട്. ആമേൻ. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കൈ കൊടുത്തിട്ട് പറയാമോ, കർത്താവിൽ നിന്ന് പ്രാപിച്ച അഭിഷേകം എന്റെ മേലുണ്ട്. കർത്താവിൽ നിന്ന് പ്രാപിച്ച അഭിഷേകം, വേറെ എവിടെ നിന്നുമല്ല, കർത്താവിൽ നിന്ന് പ്രാപിച്ച അഭിഷേകം എന്റെ മേലുണ്ട്. ആ അഭിഷേകം എന്നെ ഉപദേശിക്കാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. വചനം പറയുന്നതല്ലേ, ആ അഭിഷേകം എന്നെ ഉപദേശിക്കും, ആ അഭിഷേകം എന്നെ ഉപദേശിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമേ, ആ അഭിഷേകം ഉപദേശിക്കാൻ വരുമ്പോൾ നിന്റെ കാതിൽ അത് കേൾക്കത്തില്ലേ? കേൾക്കില്ലേ? ഉറപ്പാണോ? കേൾക്കും, കേൾക്കും. കേൾക്കുമ്പോ ഞാൻ അതിനനുസരിച്ച് ചുവട് വെക്കും, അതിനനുസരിച്ച് ഞാൻ ചുവട് വെക്കും. ഹല്ലേലൂയ. വേറെ എവിടെ നിന്ന് കടം വാങ്ങിയതല്ല, എവിടെ നിന്ന് ഞാൻ വില കൊടുത്ത് വാങ്ങിയതല്ല, കർത്താവ് എനിക്ക് തന്നൊരു അഭിഷേകം. ഹല്ലേലൂയ. ഈ അഭിഷേകം പ്രാപിച്ചുകൊണ്ടാണ് മരുഭൂമിയിൽ നിന്ന് യോഹന്നാൻ സ്നാപകൻ കയറി വരുന്നത്. ആ യോഹന്നാൻ സ്നാപകൻ കയറി വന്നു. അവൻ വിളിച്ചു പറഞ്ഞു, ദൈവരാജ്യം വന്നിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പറഞ്ഞേ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പറഞ്ഞേ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്താ ഈ ദൈവരാജ്യം? ശ്രദ്ധിച്ചേ, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോയാൽ, ഹല്ലേലൂയ, രാജാക്കന്മാർ ഭരിക്കുന്ന നാടുകളിലേക്ക് നാം കടന്നുപോയാൽ അവിടെ നമുക്ക് അറിയാൻ കഴിയും, രാജാവ് പറയുന്നതാണ് അവിടെ സംഭവിക്കുന്നത്. അവസാനത്തെ വാക്ക് രാജാവ് പറയുന്നതാണ്, അല്ലേ? നിനക്ക് നിന്റെ രീതിക്ക് നടക്കാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞേ? എനിക്ക് എന്റെ രീതിക്ക് നടക്കാൻ പറ്റില്ല. രാജാവ് അവിടെ ഉത്തരവിട്ടിരിക്കുന്ന ഒരു നിയമമുണ്ട്, ആ നിയമത്തിൽ നടന്നോണം. അങ്ങനാണെങ്കിൽ ഞാൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടത്തിന് നടക്കാനാണോ? ഹല്ലേലൂയ. വ്യക്തമായി വചനം പറയുന്നു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന്. ആമേൻ. ഇന്ന് പറയാമോ, ദൈവരാജ്യം എന്നിൽ ചലിക്കാൻ പോകുകയാണ്, ദൈവരാജ്യം എന്നിൽ ചലിക്കാൻ പോകുകയാണ്. അങ്ങനെ ദൈവരാജ്യം എന്നിൽ ചലിക്കുക എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, മഹാരാജാവാകുന്ന ഞാൻ നല്ല കർത്താവ് പറയും, അത് ഞാൻ കേൾക്കും. ആമേൻ. ഇന്ന സ്ഥലത്തോട്ട് പോകാൻ പറഞ്ഞാൽ ഞാൻ പോകും. ആമേൻ. ഹല്ലേലൂയ. അതല്ലേ ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചേ? ആമേൻ. അത് സംഭവിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. 35 മൈൽ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് അവനെ കർത്താവ് എടുത്തോണ്ട് പോയി. ആമേൻ. എടുത്തോണ്ട് പോയി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, ഒരു സ്പിരിച്വൽ എൻകൗണ്ടർ നിന്റെ ജീവിതത്തിന്റെ മേൽ സംഭവിച്ചാൽ ആർക്കും കിട്ടാത്ത ചില അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ആമേൻ. മറിയയുടെ ജീവിതത്തിന്റെ മേൽ അങ്ങനെ ഒന്ന് സംഭവിച്ചപ്പോ, ഹല്ലേലൂയ, അവക്ക് ചോദിക്കാൻ ഇതിൽ ആരോടാ ചോദിക്കണ്ടേ? ആരോടാ ഇതൊന്ന് പോയി ഷെയർ ചെയ്യണ്ടേ? ഹല്ലേലൂയ. അപ്പോഴാണ് ദൂതൻ പറഞ്ഞു കൊടുക്കുന്നത്, ഹല്ലേലൂയ, നിന്റെ ചാർച്ചക്കാരത്തിയാകുന്ന എലിസബത്ത്, ഹല്ലേലൂയ, അവളുടെ ജീവിതത്തിന്റെ മേൽ ഒരു ഡെലിവറൻസ് സംഭവിച്ചിട്ടുണ്ട്. അവൾ അവിടെ നിന്ന് ബന്ധപ്പെട്ടോടി. ഹല്ലേലൂയ. അടുത്ത 3 മാസങ്ങൾ അവിടെ ആയിരുന്നു.
ഹല്ലേലൂയ. പ്രിയ ദൈവമൈതലേ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ മേൽ ചലിക്കപ്പെടുന്ന സ്പിരിച്വൽ എൻകൗണ്ടറിന്റെ ഹല്ലേലൂയ അടുത്ത തലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവ് നിന്റെ ജീവിതത്തിന്റെ മേൽ ആ ദൈവരാജ്യത്തിന്റെ ചലനങ്ങൾ ചെയ്യുമ്പോൾ ആ ചലനത്തിനനുസരിച്ച് ചലിക്കുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കപ്പെടുന്ന ആ സമയമാണ് ദൈവത്തിന്റെ നീതി എന്നിൽ വെളിപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ പറയാൻ കഴിയുമോ, കർത്താവേ, ആ ദൈവത്തിന്റെ രാജ്യത്തിന്റെ നീതി എന്നിൽ ചലിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. ദൈവരാജ്യം എന്റെ കുടുംബത്തിന്റെ മേൽ വാഴണമെന്ന് ഹല്ലേലൂയ നാം എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഇനി ഹല്ലേലൂയ യോഹന്നാൻ പറയുന്ന രീതിക്കാണെങ്കിൽ ദൈവരാജ്യം എന്നിൽ എങ്ങനെ ചലിക്കപ്പെടും? ഒറ്റ കാര്യം, മാനസാന്തരപ്പെട്ടാൽ മതി. കഴിഞ്ഞ ദിവസങ്ങളിലെ നിയമങ്ങളൊക്കെ ഇവിടെ നമുക്കറിയാമല്ലോ അല്ലെ. 5 വർഷം എന്നുള്ളത് 10 വർഷത്തിലേക്കൊക്കെ ആക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു, PR ലഭിക്കാൻ. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് പറയുന്നു, എടാ നീ ദൈവരാജ്യത്തിലോട്ട് കയറാൻ ഹല്ലേലൂയ നീ 5 വർഷം കാത്തിരിക്കണ്ട, നീ ഒരു പൈസ മുടക്കണ്ട, ഒരു ചെലവും നിനക്കില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ മാനസാന്തരപ്പെട്ട് ഞാൻ കർത്താവേ എന്നെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടും. ആ ദൈവരാജ്യം അന്ന് മുതൽ നിന്നിൽ ചലിക്കാൻ തുടങ്ങും. നിന്നിൽ ചലിക്കാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ ശ്രദ്ധിച്ചു നോക്കിക്കേ, ആ ദൈവരാജ്യം എന്നിൽ ചലിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ദൈവം എന്നോട് കൂടെ നിൽക്കും. സത്യമാണോ? ദൈവം എന്നോട് കൂടെ നിൽക്കും. ദൈവം എന്നോട് കൂടെ നിൽക്കുമ്പോ പൈശാചിക മണ്ഡലങ്ങൾ പലതും വിറയ്ക്കാൻ തുടങ്ങും. പൈശാചിക ആധിപത്യങ്ങൾ സകലതും വിറയ്ക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പൈശാചിക വ്യക്തി വിളിച്ചു പറയുകയാണ്, പൈശാചിക ആധിപത്യത്തിൽ വിളിച്ചറിയുക, പൗലോസിനെ എനിക്കറിയാം, യേശുവിനെ എനിക്ക് പരിചയമുണ്ട്. ഹല്ലേലൂയ. ദൈവരാജ്യം നിന്നിൽ ചലിക്കാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ നിന്റെ പൈശാചിക മണ്ഡലങ്ങൾക്ക് പോലും ഭയമാകും. പ്രിയ ദൈവമേ, ദൈവരാജ്യം എത്തുന്നത് വരെ, ദൈവരാജ്യത്തിന്റെ ചലനം ആരംഭിക്കുന്നത് വരെ ശ്രദ്ധിച്ചേ, യേശു കർത്താവ് 30-ാമത്തെ വയസ്സ് വരെ അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു തച്ചനാകുന്ന ജോസഫിന്റെയും ഒരു മറിയയുടെയും മകനായിട്ട് യേശു അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു, ഇവൻ മറിയയുടെ മകൻ, ഇവൻ ജോസഫിന്റെ മകൻ. ഇങ്ങനെയുള്ള പേരിനകത്ത്, അങ്ങനെയുള്ള ഒരു ബ്രാക്കറ്റിനകത്തിൽ യേശു കർത്താവ് മുമ്പോട്ട് യാത്ര ചെയ്തു. പക്ഷേ ദൈവരാജ്യം വെളിപ്പെട്ടപ്പോൾ ഹല്ലേലൂയ അപ്പൻ വിളിച്ചു പറഞ്ഞു, ഇവൻ മറിയയുടെയോ ജോസഫിന്റെയോ അല്ല, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞ ആ ദിവസത്തിൽ പൈശാചിക ആധിപത്യങ്ങളുടെ എല്ലാം ക്യാമറ അവന്റെ നേരെയായി. പിന്നീട് അടുത്ത 40 ദിനരാത്രങ്ങൾ കർത്താവ് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായി കയറിപ്പോയി. അവിടെയും പൈശാചിക ഇടപെടലുകൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ദൈവരാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന, ദൈവരാജ്യം തന്നെയായിരിക്കുന്ന യേശു കർത്താവിൽ ഹല്ലേലൂയ ഇവന് ജയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ വിളിച്ചു വരാം, ദൈവരാജ്യത്തിന്റെ ഭാഗമായിട്ട് ഞാൻ നിലനിൽക്കുമ്പോൾ എന്നെ പൈശാചിക ആധിപത്യത്തിന് ജയിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പൗലോസിനെ നോക്കിയിട്ട് ഹല്ലേലൂയ ആ പൈശാചിക ആധിപത്യം വിളിച്ചു പറയുന്നത്, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ പരിചയമുണ്ട്, പല ഇവരെ രണ്ടുപേരെയും ഞാൻ തകർത്ത് കളയുവാൻ ശ്രമിച്ചു, പക്ഷേ എന്റെ ശ്രമം പരാജയപ്പെട്ടു പോയി. അങ്ങനെയെങ്കിൽ ദൈവമൈതലേ, നീ ദൈവരാജ്യത്തിനകത്ത് നിന്ന് ദൈവത്തിന്റെ അഭിഷേകം നിന്റെ സകലതും ഉപദേശിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? നീ കടന്നു പോകുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾക്ക് ഭയമാകും. അതുവരെ ഇല്ലാത്ത ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിയ പഴയ നിയമ ഒരു ഭക്തനുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമ ഭക്തൻ. ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ, ജോബിന്റെ പുസ്തകം 27-ാം അധ്യായം. ജോബിന്റെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. മതി. ഹല്ലേലൂയ. ഹൽസിച്ചെന്ന് പറഞ്ഞില്ല, ശാസിച്ചെന്ന് പറഞ്ഞില്ല. അഭിഷേകത്തിൽ നിലനിൽക്കുന്ന, ദൈവരാജ്യത്തിൽ നിലനിൽക്കുന്ന ചില തലമുറകൾ അവന്റെ നേരെ കൈകൊട്ടി അവന്റെ സ്ഥലത്ത് നിന്ന് അവനെ വിരട്ടിപ്പുറത്താക്കി. ദൈവവേദനെ, അഭിഷേകമുള്ള ദൈവത്തിന്റെ തലമുറ കരമടിച്ചാൽ ആദ്യം ഡെലിവറൻസ്. ഞാൻ കരുതി നിങ്ങൾ കരമടിക്കുമെന്ന്. ഹല്ലേലൂയ. അഭിഷേകമുള്ള ദൈവവേദന നീ കൈയടിച്ചാലും ഡെലിവറൻസ് ആണ് വചനം തെളിയിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.
ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പറയാമോ, ദൈവരാജ്യത്തിൽ നിൽക്കുന്ന ഞാൻ കൈയടിക്കുമ്പോഴും വിടുതലാണ്. നമ്മുടെ ആരാധനയ്ക്ക് വന്നിട്ട് കയ്യും കെട്ടിയിരിക്കാൻ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ വചനം ഉറപ്പോടെ പറയുന്നു, നീ കൈയടിച്ചാലും വിടുതലാ, നീ കൈയടിച്ചാലും വിടുതലാ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിനകത്ത് കയറി നിൽക്കുന്ന, നിറവിനകത്ത് നിൽക്കുന്ന ദൈവവേദന, നീ ഒരു ദേശത്ത് കൂടെ നെടുകയും കുറയുകയും നടന്നാൽ അതും വിടുതലാ. ആമേൻ. നീ ഒരു വീട്ടിൽ കിടന്ന് ഉറങ്ങിയാലും വിടുതലാ. കാരണം ഹല്ലേലൂയ, ആ ദേശത്തിന്റെ ശാപത്തിന്റെ ആധിപത്യത്തെ പൊട്ടിക്കാൻ നിന്റെ മേൽ അധികാരമുണ്ട്, നിന്റെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. ഈ നാളുകളിൽ ഒന്ന് വിശ്വസിച്ചിട്ട് വിളിച്ചു പറയാൻ കഴിയുമോ, എന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ ആയിരിക്കുമ്പോ പൈശാചിക ആധിപത്യങ്ങൾ പൊളിയുകയാണ്. ഹല്ലേലൂയ. ദേശത്തൊരു പ്രവാചകനുണ്ടെങ്കിൽ, ദേശത്ത് ഹല്ലേലൂയ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തരുന്നുണ്ട് എങ്കിൽ ഓർത്തോ, ഹല്ലേലൂയ, നിങ്ങൾ ഇരുട്ടിൽ അല്ല. ഹല്ലേലൂയ. നമ്മൾ വായിച്ചു വന്നത് അതല്ലേ, പുതിയ നിയമം അല്ലേ? ഹല്ലേലൂയ. ഇരുട്ടിനകത്തിൽ നിന്നുള്ള ഒരു പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടല്ലേ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചേ, ഈ ദിവസങ്ങളിൽ നിങ്ങളോട് ദൈവം സംസാരിച്ചോ? പറഞ്ഞേ, നിങ്ങളോട് ദൈവം സംസാരിച്ചോ? നിങ്ങൾ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം നിങ്ങളോട് ഇടപെട്ടോ? ആമേൻ. ഏതെങ്കിലും പ്രവാചകൻ, ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളോട് ആലോചന ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പറഞ്ഞോ? പറഞ്ഞു എങ്കിൽ ഒന്ന് ഞാൻ പറയാം, ദൈവിക ഇടപെടൽ നിന്നിൽ സംഭവിക്കുകയാണ്. നീ ഇരുട്ടിലല്ല. അതല്ല, രക്ഷിക്കപ്പെട്ട നാളിലെ ആ അഭിഷേകത്തിലാണ് ഇന്നും നിലനിൽക്കുന്നത് എങ്കിൽ, ദൈവ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉറപ്പോടെ ഞാൻ പറയട്ടെ, നീ ഇരുട്ടിലാണ്. ആമേൻ. അതിനകത്ത് നിന്ന് ഓടി രക്ഷപ്പെടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പും ഹല്ലേലൂയ ജസ്റ്റിനേക്ക് വോയിസ് ഇട്ടു, ഹല്ലേലൂയ, എടാ ഞാൻ മീറ്റിങ്ങിന് കയറുക. ആമേൻ. കാരണം എന്താണെന്നറിയാവോ, കുടുംബജീവിതത്തിനകത്തിലെ ഒരു ശ്രേഷ്ഠതയാണ്. ഹല്ലേലൂയ. ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയ്ക്കകത്തിലെ ഹല്ലേലൂയ ഒന്നും മിണ്ടാതിരുന്ന് കഴിഞ്ഞാലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഹല്ലേലൂയ. ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ ഒരു മെസ്സേജ് അങ്ങോട്ട് അയക്കാം, അതിന് മുമ്പ് ഇങ്ങോട്ട് മെസ്സേജ് വന്ന് കിടക്കും, അത് വേറെ കാര്യം. ഹല്ലേലൂയ. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഒരു വലിയ വലിയ കണക്ഷനാണ്. ആമേൻ. ഹല്ലേലൂയ. കുഞ്ഞെ, ഇതുപോലെ നിനക്ക് കർത്താവുമായിട്ടൊരു ബന്ധത്തിലെത്താൻ പറ്റും. ഹല്ലേലൂയ. ചിലരൊക്കെ നിന്നോട് മിണ്ടിയില്ലെങ്കിൽ വേദന വരുവാറുണ്ടോ? നല്ല കൂട്ടുകാര്, നല്ല സ്നേഹിതര് പിണങ്ങി മാറി നിന്നാൽ നമ്മളെന്നാലും എന്നോട് പറയുന്നില്ലേ? ഹല്ലേലൂയ. പക്ഷെ കർത്താവ് സംസാരിച്ചില്ലെങ്കിൽ ഈ വിഷമം ഉണ്ടായിട്ടുണ്ടോ? ഹല്ലേലൂയ. ഞായറാഴ്ച അടച്ചു വെച്ച ബൈബിൾ അടുത്ത ഞായറാഴ്ച തുറക്കുന്നത് വരെ ഹല്ലേലൂയ കർത്താവിന്റെ വചനവുമായിട്ട് എനിക്കൊരു ബന്ധം ഇല്ലായിരുന്നു എന്ന് പറയുമ്പോഴും ഈ വേദന ഉണ്ടായിട്ടുണ്ടോ? ഹല്ലേലൂയ. ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ദൈവരാജ്യത്തിലേക്ക് കയറാൻ. ആമേൻ. ഹല്ലേലൂയ. അനേക പുസ്തകങ്ങൾ വായിക്കാനും ഹല്ലേലൂയ അനേക റീല് കാണാനും ഒക്കെ നമുക്ക് ഒരുപാട് മണിക്കൂറുകൾ സമയമുണ്ട്. പക്ഷേ കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ ഒരു വേള എവിടെയെങ്കിലും ഒരു ഇച്ചിരി സമയം മാറ്റി വെച്ചിട്ടുണ്ടോ? സുധയുടെ വീട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന ആ ബോർഡൊക്കെ നല്ല രസമാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, പ്രയർ ടൈം. അത് അല്ലെങ്കിൽ ഇന്നലെ അവിടെ പോയ ആവശ്യം, അത് ഒന്നുകൂടെ കണ്ടപ്പോൾ സ്വന്തം പറയാം. ഹല്ലേലൂയ. ദൈവത്തിലെ ആ ഒരു ടൈം നമ്മൾ തീരുമാനിച്ചാൽ മക്കളും ആ സമയമാകുമ്പോൾ അലർട്ടാവും. ഇത് പ്രയറിന്റെ ടൈം ആണ്. ഇത് പ്രയറിന്റെ ടൈം ആണ്. ഹല്ലേലൂയ. എത്ര പരിപാടി കണ്ടോണ്ടിരിക്കുകയാണ്, എത്ര ബിസി ഷെഡ്യൂളിനകത്തിലാണെങ്കിലും 8 മണിക്ക് നിങ്ങൾ തീരുമാനിച്ചാൽ ആ 8 മണി ആകുമ്പോ മക്കൾ ഉൾപ്പെടെ അലർട്ടാവും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശബ്ദം ദുർലഭമല്ല. പക്ഷേ ഹല്ലേലൂയ നമ്മുടെ കാതിൽ പലപ്പോഴും ദൈവസാന്നിധ്യം കേട്ടിട്ട് എത്രയോ വർഷങ്ങളായി, എത്രയോ നാളുകളായി. ഇന്ന് പകലിൽ അതിനൊരു മാറ്റം സംഭവിക്കട്ടെ. ആ ഒരു തലത്തിൽ മുമ്പോട്ട് യാത്ര ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവരാജ്യം നിന്നിൽ ചലിക്കപ്പെടും. ആമേൻ. ദൈവരാജ്യം നിന്നിൽ ചലിക്കുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അടഞ്ഞ വഴി തുറക്കുക മാത്രമല്ല, സുവിശേഷത്തിന് വേണ്ടി ഹല്ലേലൂയ നിനക്ക് ഓടാനുള്ള ഒരു വേഗതയും കൂടെ അതിനകത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിനോടൊന്ന് പറയാമോ? കർത്താവേ, ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അതൊന്ന് സംഭവിക്കണം. യോർദാന്റെ ആ
ഹല്ലേലൂയ നദിയിലേക്ക് ഈ യേശു കർത്താവ് ഇറങ്ങി നിന്നപ്പോ അവിടെ വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയ പുത്രനാണ്. പരിശുദ്ധാത്മാവിൽ ജനിച്ച യേശുവിനെ വീണ്ടും കർത്താവ് അഭിഷേകം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിതമായ യേശുവിനെ ഹല്ലേലൂയ കർത്താവ് വീണ്ടും ഒരു നിറവ് കൊടുത്തു. എന്തിനു വേണ്ടിയാ? ഹല്ലേലൂയ. കുഞ്ഞ നിന്റെ മേൽ കിടക്കുന്ന നിറവാണ് അടുത്ത ഒരു തലമുറയെ സ്പർശിക്കുന്നത്. ആമേൻ. നിന്റെ മേൽ ഒരു നിറവുണ്ടെങ്കിലാണ് രക്തസ്രാവക്കാരത്തി വന്ന് നിന്നെ തൊടുമ്പോ ആ നിറവിനകത്ത് നിന്ന് ചിലത് ഒഴുകുന്നത്. ആമേൻ. നിന്റെ മേൽ ഒരു നിറവുണ്ടെങ്കിലാണ് ഒരു വ്യക്തിയെ നീ തൊട്ടാൽ നിന്നിൽ നിന്ന് ആ നിറവ് ആരംഭിച്ച് ആ വ്യക്തി സൗഖ്യമാകുന്നത്. നീ ഒരു നിറവുള്ള വ്യക്തിയാണെങ്കിൽ 2 or 3 പേരായിട്ട് കൂടിയിരുന്നാൽ അതിന്റെ നടുവിൽ നിന്നിൽ നിന്ന് നിറവ് പുറപ്പെടും. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അതിനൊരു ചരിത്രം കൊടുത്തു. ഹല്ലേലൂയ. അഹരോൻ ആരാധനയ്ക്ക് കയറി നിൽക്കുമ്പോൾ അവന്റെ തലയിലേക്ക് വിശേഷ തൈലം വന്ന് വീണു. അത് അവന്റെ താടിയിൽ കൂടെ, വസ്ത്രത്തിൽ കൂടെ, ആ വെളുമ്പിലിൽ കൂടെ ആ ദേശത്തേക്ക്, ആ ആലയത്തിനകത്തിലേക്ക് അത് ഒഴുകി അത് മറ്റുള്ളവരെ സ്പർശിക്കാൻ ഇടയായി. പ്രിയ ദൈവമേ, അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ വിളിച്ചു പറ, എന്നിലെ നിറവ് മറ്റുള്ളവരിലേക്ക് അത് പകരപ്പെടും. ഹല്ലേലൂയ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അത് സംഭവിക്കും. ഹല്ലേലൂയ. ഞാൻ ജോലി ചെയ്യുന്ന എന്റെ സീനിയേഴ്സിന്റെ മേൽ അത് നിറവ് സംഭവിക്കും. അവർക്ക് യേശുവിനെ അറിയത്തില്ലായിരിക്കാം, പക്ഷേ ഹല്ലേലൂയ നീ കടന്നു വരുമ്പോഴേ അവർ പറയും, എന്തോ ഒന്ന് സംഭവിക്കുന്നു. ഹല്ലേലൂയ. എന്തോ ഒരു വൈബ്രേഷൻ സംഭവിക്കുന്നു. ഹല്ലേലൂയ. ഒരു തെളിവ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. യോഹന്നാൻ യോർദാനിൽ സ്നാനപ്പെടുത്തുന്നു. യോർദാനിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഓരോരുത്തരും വരികയാണ്. ഹല്ലേലൂയ. അവരോട് പറയുന്നു, സർപ്പസന്തതികളെ, നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അവർ മാനസാന്തരപ്പെട്ടു. ഞങ്ങൾ പാപികളാണെന്നും ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ തെറ്റുണ്ടെന്നും പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് യോർദാനിലേക്ക് ഇറങ്ങി വന്നു. ഈ മനുഷ്യൻ സ്നാനപ്പെടുത്തി. അവരെ വിട്ടു. അവരുടെ പേര് ചോദിച്ചില്ല, അവരുടെ അഡ്രസ് ചോദിച്ചില്ല, മറ്റു കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. വിശ്വാസത്തോടു കൂടി മാനസാന്തരപ്പെട്ട് ഇറങ്ങി വരുന്ന എല്ലാത്തിനെയും മുക്കിപ്പൊക്കി വിട്ടു. പക്ഷേ അതിന്റെ നടുവിൽ വേറൊരുത്തൻ ഇറങ്ങി വന്നപ്പോ ഇവനങ്ങ് ഫ്രീസായി നിൽക്കുന്ന ആ യോഹന്നാൻ തിരിച്ചങ്ങോട്ട് പറയുക, നിന്നാൽ എനിക്ക് സ്നാനപ്പെടണം. യോഹന്നാൻ ഇതെന്നാ കളി? ഹല്ലേലൂയ. യോഹന്നാൻ പറയും, ഹല്ലേലൂയ. ഒരു മറിയ എന്ന് പറയുന്ന ഒരു സഹോദരിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവളുടെ നാവിൽ നിന്നൊരു ശബ്ദം പുറപ്പെട്ടപ്പോ എന്റെ അമ്മയുടെ ഉദരത്തിനകത്ത്, ഗർഭപാത്രത്തിനകത്തിൽ കിടന്ന മാംസപിണ്ഡമാകുന്ന ഞാൻ അന്ന് തുള്ളിയത് എനിക്ക് അനുഭവമുണ്ട്. അന്ന് അനുഭവിച്ച ഒരു ദൈവശക്തിയുണ്ട്. അതെനിക്കൊരു ഓർമ്മയുണ്ട്. മരുഭൂമിയിൽ എന്നെ ദൈവം സ്പർശിച്ച സമയം അതും എനിക്ക് ഓർമ്മയുണ്ട്. ആ സ്പർശനം എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നു. പ്രിയ ദൈവമേ, നിറവുള്ള നീ നാളെ ജോലിക്ക് ചെല്ലുമ്പോ, ഈ രാത്രിയിൽ ജോലിക്ക് പോകുമ്പോ നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരിലേക്ക് ആ നിറവ് വെളിപ്പെടട്ടെ. അന്തരീക്ഷം മാറുകയാണെന്ന് അധികാരത്തോടെ വിളിച്ചു പറ. നിറവുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിലനിൽക്കുന്ന, പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്ന ഞാൻ കടന്നു പോകുന്ന ജോലി സ്ഥലത്ത് എന്നിൽ നിന്ന് ആ പരിശുദ്ധാത്മാവിന്റെ നദിയുടെ ഒഴുക്ക് സംഭവിക്കും. നിറവുള്ള അഭിഷിക്തന്മാർ എഴുന്നേറ്റ് നിന്നപ്പോ ഹല്ലേലൂയ അവരുടെ ശരീരത്തിൽ സൂര്യപ്രകാശം അടിച്ചുണ്ടായ നിഴലിന്റെ മേൽ സൗഖ്യം സംഭവിച്ചു. ഹല്ലേലൂയ. പത്രോസേ, നിനക്ക് ഇവിടെ ശുശ്രൂഷയാണെങ്കിൽ നീ വരണ്ട. നിന്റെ റൂമാല് തന്നുവിട്ടാ മതി. ഹല്ലേലൂയ. ദൈവമൈതലേ, അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ പറ, കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞ ആദ്യത്തെ പേപ്പറിനകത്തിൽ പറയുന്നത് പോലെ നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ പുതിയ നിയമം എന്നിൽ ആരംഭിക്കുമ്പോ ആ നിറവ് കവിഞ്ഞൊഴുകും. നീ യാത്ര ചെയ്യുന്ന വാഹനത്തിനകത്തിൽ പോലും ആ കവിഞ്ഞൊഴുക്ക് സംഭവിക്കും. ഹല്ലേലൂയ. പാപം ചെയ്യാനുള്ള സകല സാധ്യതകളും മുമ്പിൽ ഉണ്ടായി വരുമ്പോഴും
അതിനെ എതിർത്ത് തോൽപ്പിക്കുന്ന ചില തലമുറകൾ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. സാധ്യതകൾ പലതും എതിരായി വരുമ്പോ കർത്തൻ ഇറങ്ങി നിൽക്കും. ഹല്ലേലൂയ. നിന്റെ പുറമോട്ടുള്ള കാര്യങ്ങളെ ദുഷ്ടനാകുന്നവൻ ചൂണ്ടിക്കാണിച്ച് നിനക്ക് വിരോധമായി തന്ത്രം മെനയാൻ വരുമ്പോ കർത്തൻ പറയുന്നു, ഞാൻ എന്റെ ദൂതനെ അയക്കും, മേഘസ്തംഭം വെച്ച് ഞാൻ അതിരിടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വത്തിൽ ഈ പകലിലും വിളിച്ചു പറ, ഹല്ലേലൂയ, ഞാൻ അവന്റെ കണ്ണിന്റെ കൺമണി പോലെയാ. ഹല്ലേലൂയ. എന്നെ തൊടുന്നവൻ എന്റെ ദൈവത്തെ തൊടുന്നതിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ നിന്ദയും നിന്റെ ഭാരവും നിന്റെ പ്രയാസങ്ങളും എല്ലാം മുമ്പിൽ കടന്നു വരുമ്പോ വിളിച്ചു പറയണം, ഞാൻ ആ ദൈവത്തിന്റെ കണ്ണിന്റെ കൺമണിയാണ്. എന്നെ തൊടുന്നവൻ അവനെ തൊടുന്നതിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ ഈ പകലിൽ ഞാൻ പറയട്ടെ, നിന്റെ നിന്ദകൾ ഉരുണ്ടു മാറട്ടെ, നിന്റെ വഴികൾ യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആ വചനഭാഗത്തെ ഒരിക്കൽ കൂടെ സമയം ലേശം മുമ്പിൽ പോയെന്ന് തോന്നുന്നു, എങ്കിലും വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ഈ പേരൊന്ന് വ്യക്തമായിട്ട് വിളിച്ചു പറ. ഹല്ലേലൂയ. എന്റെ യേശു ക്രിസ്തുവിന്റെ ആ പുതിയ നിയമം അതെന്നിൽ സംഭവിക്കുകയാണ്, എന്നിൽ സംഭവിക്കുകയാ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഹോസ്റ്റൽ മുറികളെ പ്രാർത്ഥനാ മുറികളാക്കാൻ തയ്യാറെടുക്കാമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം ഈ പകലിലും അധികം ശക്തിയോടുകൂടി വെളിപ്പെട്ട് വരുവാൻ ഇടയാകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സമയം അനുവദിച്ചു തന്ന ഹല്ലേലൂയ സഭയാ കുടുംബത്തിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. I bless you in Jesus' name.